ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. മർത്തമറിയം വനിതാ സമാജം 2025 കേന്ദ്ര പരീക്ഷയ്ക്കായിട്ട് നമുക്ക് ക്രമീകരിച്ച് കിട്ടിയിരിക്കുന്ന ദ റിഡീമിംഗ് ക്രൈസ്റ്റ് ത്രൂ ദ ബുക്സ് ഓഫ് റൂത്ത് ആൻഡ് എസ്തേർ, വീണ്ടെടുക്കുന്ന ക്രിസ്തു റൂത്ത് എസ്തേർ പുസ്തകങ്ങളിലൂടെ എന്ന പുസ്തകത്തിന്റെ 7ാമത്തെ ചാപ്റ്റർ ആയിരുന്നു കഴിഞ്ഞ നമ്മുടെ ക്ലാസ്. A marvelous model of divine selection, ദൈവിക തിരഞ്ഞെടുപ്പിന്റെ മികച്ച രൂപരേഖ എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് ആ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളും കൂടെ നോക്കാം. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എസ്തേറിന്റെ പുസ്തകം 2ാം അധ്യായം ആസ്പദമാക്കിയിട്ടുള്ള സംഭവങ്ങളായിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിന്റെ ചിന്താവിഷയം, അല്ലെ? ആദ്യത്തെ ഭാഗം നമ്മൾ പുസ്തകത്തിന്റെ 4 ഡിവിഷൻസിനെ പറ്റി പറഞ്ഞു. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ദ സെർച്ച് ഫോർ എ ന്യൂ ക്വീൻ, പുതിയ രാജ്ഞിക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണവും അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതും ഒക്കെയാണ് നമ്മൾ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ കണ്ടത്. അതിനെ തുടർന്ന് 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് മോർദെഖായി ആൻഡ് എസ്തേർ ആൻഡ് എസ്തേർസ് ബാക്ക്ഗ്രൗണ്ട്, എസ്തേറിന്റെ ജീവിത പശ്ചാത്തലം ഒക്കെയാണ് നമ്മൾ 2ാമത്തെ ഭാഗത്ത് മനസ്സിലാക്കിയത്. 3ാമത്തെ ഭാഗം 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഹൗ എസ്തേർ ബിക്കംസ് ക്വീൻ ഓർ വാട്ട് വാസ് ദ പ്രൊസീജിയർ ഓഫ് ദ റോയൽ സെലക്ഷൻ, രാജകീയ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതകളും കാര്യങ്ങളും, അങ്ങനെ വസ്തിക്ക് പകരം എസ്തേർ രാജ്ഞിയായിട്ട് വരുന്ന സംഭവങ്ങളാണ് ഫ്രം വേഴ്സസ് 12 to 18 നമ്മൾ കണ്ടത്. And from 19 to 23, an event which described the Mordecai's loyalty to the king. മോർദെഖായിയുടെ രാജഭക്തി വിളിച്ചു കാട്ടുന്നതായിട്ടുള്ള ഒരു സംഭവവും കൂടെ പറഞ്ഞുകൊണ്ടാണ് 2ാമത്തെ അധ്യായം അവസാനിച്ചത്. അതിനോടൊപ്പം ചേർന്ന് ഈ 2ാം അധ്യായം 1ാമത്തെ അധ്യായം പോലെ തന്നെ നമുക്ക് നൽകുന്ന കുറച്ച് വേദശാസ്ത്ര ചിന്തകളും കൂടെ നമ്മൾ അവിടെ കണ്ടു. എന്തൊക്കെയായിരുന്നു? ഒന്ന്, the stage setting which keeps on going throughout human lives, അതായത് 1ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതായിട്ടുള്ള രംഗസജ്ജീകരണം അത് 2ാം അധ്യായത്തിലൂടെയും നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് മനുഷ്യ ജീവിതത്തിൽ മുഴുവൻ എപ്പോഴും നമുക്കത് കണ്ടുകൊണ്ടേയിരിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവജനത്തെ സുരക്ഷിതമായിട്ടുള്ള ഒരു തീരത്തേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ദൈവം നടത്തുന്നതായിട്ടുള്ള ചില സജ്ജീകരണങ്ങളാണ് അല്ലെങ്കിൽ രംഗങ്ങളാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ 1ാമത് കണ്ട് മനസ്സിലാക്കി. 2, ഫെയ്ത്ത്ഫുൾനെസ് ഈവൻ ഇൻ എക്സൈൽ, അതായത് പ്രവാസത്തിൽ പോലും അവർ മുറുകെ പിടിച്ച വിശ്വാസം, വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും അത് ഉദാഹരണമാകുന്നു എന്നുള്ളതായിരുന്നു 2ാമത്തെ പോയിന്റ്. 3ാമത്തെ പോയിന്റ്, വിർച്വസ് ക്യാരക്ടർ ലീഡ്സ് ടു ഓർഡെയിൻഡ് എലവേഷൻ, ദൈവികമായ തിരഞ്ഞെടുപ്പിലേക്ക് നമ്മുടെ സ്വഭാവം നമ്മളെ നയിക്കും എന്നുള്ളത് എസ്തേറിന്റെ സ്വഭാവ ഗുണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഇത്രയായിരുന്നു ക്ലാസ് ചാപ്റ്റർ 7, അതായത് എസ്തേറിന്റെ പുസ്തകം 2ാം അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെയാണല്ലോ, നമുക്ക് അതിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട്, വാട്ട് ഓൾ ആർ ഡിസ്കസ്ഡ് ഇൻ ചാപ്റ്റർ 2 ഓഫ് എസ്തേർ, എസ്തേറിന്റെ പുസ്തകം 2ാം അധ്യായത്തിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്തിരിക്കുന്നത്? നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ് തന്നെ എഴുതാം. എന്താണ്? എസ്തേർ 2ാം അധ്യായം അത്ഭുതകരമായ ഒരു ദൈവിക തെരഞ്ഞെടുപ്പിന്റെ കഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. വസ്തി രാജ്ഞിയെ നീക്കം ചെയ്തതിനു ശേഷമുള്ള ശൂന്യത പൂരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവിക ഒരുക്കങ്ങളാണ് 2ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. എന്തൊക്കെയാണ്? Chapter 2 of Book of Esther takes us to a miraculous story of divine selection. It describes the preparations for filling the void left by the deposition of Queen Vashti and how Esther became the queen. ഇതൊക്കെയാണ് 2ാം അധ്യായത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. 2, a decision turned out to be an opportunity for the unfolding of God's divine plan of salvation. What? ദൈവിക രക്ഷാപദ്ധതി നടപ്പാക്കുന്നതിനുള്ള അവസരമായിട്ട് ഒരു തീരുമാനം മാറി. ഏത് തീരുമാനമാണ് മാറിയത്? 1ാമത്തെ ഭാഗം പുതിയ രാജ്ഞിയുടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്താണ്? അഹശ്വേരോഷ് രാജാവിന്റെ കോപം ശമിച്ച ശേഷം രാജാവ് വസ്തിയെയും അവൾക്ക് നൽകിയതായിട്ടുള്ള വിധിയെയും ഓർത്തു. ഉപദേഷ്ടാക്കളുടെ ആലോചന രാജ്യത്തെ സുന്ദരികളായ കന്യകകളെ ശൂഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ഈ തീരുമാനം ദൈവികമായ രക്ഷാപദ്ധതി നടപ്പാക്കുന്നതിനുള്ള അവസരമായി തീരുന്നു. അങ്ങനെ ഒരു തീരുമാനം വന്നതുകൊണ്ടാണ് ആരോരുമില്ലാത്ത അനാഥ പെൺകുട്ടിയായ എസ്തേറിന് അങ്ങനെ ഒരു അവസരം തന്നെ ലഭിക്കുന്നത്, അല്ലെ?
അപ്പം ഇങ്ങനെ ഒരു തീരുമാനമാണ് ദൈവിക രക്ഷാ പദ്ധതി നടപ്പാക്കുന്നതിനായിട്ടുള്ള ഒരു അവസരമായിട്ട് മാറിയ തീരുമാനം എന്ന് പറയുന്നത് അതാണ്. ഇനി who was Mordecai? Write 3 points. മോർദെഖായി ആരായിരുന്നു എന്നുള്ളത് 3 വാക്യങ്ങളിൽ വിശദീകരിക്കുക എന്നുള്ളതാണ്. ആരായിരുന്നു മോർദെഖായി? ഒന്ന് നമ്മൾ പറഞ്ഞു, ബെന്യാമീൻ ഗോത്രക്കാരനായ കീഷിന്റെ മകൻ ഷിമയുടെ മകൻ യായീരിന്റെ മകനായ യഹൂദനായിരുന്നു മോർദെഖായി. 2, യെരൂശലേമിന്റെ നാശത്തിന് ശേഷം യഹൂദ രാജാവായിരുന്ന യെഖൊന്യാവോടുകൂടി യെരൂശലേമിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ പ്രവാസികളിൽ ഒരാളായിരുന്നു മോർദെഖായി. After the destruction of Jerusalem, he was taken into exile to Persia by King Nebuchadnezzar along with King Jeconiah of Judah. ഇങ്ങനെ 2 പോയിന്റ്. മൂന്നാമതായിട്ട് യഹൂദ മതവിശ്വാസത്തിൽ അഭിമാനിച്ചിരുന്നവനും ആ വിശ്വാസം നന്നായി പാലിച്ചിരുന്നവനുമായിരുന്നു മോർദെഖായി എന്നിങ്ങനെ 3 പോയിന്റ്സ് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കണം. എന്തൊക്കെയാണ് ഒന്നുകൂടെ ഞാൻ പറയാം. 1, ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു. അതുപോലെ തന്നെ ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്ന കീഷിന്റെ മകൻ ഷിമയുടെ മകൻ യായീരിന്റെ മകനായിരുന്നു മോർദെഖായി. ഹി വാസ് എ സൺ ഓഫ് കീഷ് തിരിച്ചാണ്. Mordecai was a son of Jair, who was a son of Shimei, and he was a son of Kish എന്നുള്ളതാണ്. And he was from the tribe of Benjamin. രണ്ടാമത്, യെരൂശലേമിന്റെ നാശത്തിന് ശേഷം നെബൂഖദ്നേസർ രാജാവ് യെരൂശലേമിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ പ്രവാസികളിൽ ഒരാളായിരുന്നു മോർദെഖായി. After the destruction of Jerusalem, he was taken into exile to Persia by King Nebuchadnezzar. 3, യഹൂദ മതവിശ്വാസത്തിൽ അഭിമാനിച്ചിരുന്നവനും ആ വിശ്വാസം നന്നായി പാലിച്ചിരുന്നവനുമായിരുന്നു മോർദെഖായി. ഓക്കെ ആണല്ലോ. ഇനി നെയിം ഓഫ് ദി ഫാദർ ഓഫ് മോർദെഖായി. മോർദെഖായിയുടെ പിതാവിന്റെ പേര് യായീർ എന്നുള്ളതാണ്. ജെയർ എന്ന ഇംഗ്ലീഷിൽ വരും. അത് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാവുന്ന ഒന്നാണ് കേട്ടോ. ഇനി വിച്ച് വാസ് ദ ട്രൈബ് ഓഫ് മോർദെഖായി? മോർദെഖായിയുടെ ഗോത്രം എന്നുള്ളത് ട്രൈബ് ഓഫ് ബെഞ്ചമിൻ, ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു മോർദെഖായി. ഇനിയും അടുത്തത്, എക്സ്പ്ലെയിൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എസ്തേർ. എസ്തേറിന്റെ ജീവിത പശ്ചാത്തലം വിവരിക്കുക. നമുക്കറിയാം എന്തൊക്കെയാണ്. മോർദെഖായിയുടെ ചിറ്റപ്പന്റെ മകളായിരുന്നു എസ്തേർ. എസ്തേർ വാസ് ദി ഡോട്ടർ ഓഫ് മോർദെഖായി's uncle. എസ്തേറിന്റെ മാതാപിതാക്കളുടെ മരണശേഷം എസ്തേർ മോർദെഖായിയുടെ സംരക്ഷണത്തിലാണ് വളർന്നത്. After the death of her parents, Esther was brought up under Mordecai's care. അങ്ങനെ ശൂഷൻ രാജധാനിയുള്ള ഈ മോർദെഖായിയുടെ വളർത്ത മകളായിട്ടായിരുന്നു എസ്തേർ അവിടെ അറിഞ്ഞിരുന്നത്. അതുപോലെ എസ്തേർ എന്ന പേരിന്റെ അർത്ഥം എന്താണ്? സ്റ്റാർ, ആസ്റ്റർ എന്നൊക്കെയാണ്. അത് ഒരു പേർഷ്യൻ നാമമാണ്. അതിന്റെ എബ്രായ നാമം എന്ന് പറയുന്നത് ഹദസെ അല്ലെങ്കിൽ ഹദസ എന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മോർദെഖായിയുടെയും എസ്തേറിന്റെയും ജീവിത പശ്ചാത്തലമായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കണം. ഇനി എസ്തേർ വാസ് ദ ഡോട്ടർ ഓഫ് മോർദെഖായി's uncle. മോർദെഖായിയുടെ ചിറ്റപ്പന്റെ മകളായിരുന്നു എസ്തേർ. ഇനി എക്സ്പ്ലെയിൻ ദ എക്സ്റ്റൻസീവ് പ്രൊസീജിയർ സെറ്റ് ഔട്ട് ടു സെലക്ട് എ ന്യൂ ക്വീൻ. ഒരു പുതിയ രാജ്ഞിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചിരുന്ന വിപുലമായ നടപടിക്രമം വിശദീകരിക്കുക. ഇതൊക്കെയാണ് പുതിയ രാജ്ഞിയെ തിരഞ്ഞെടുക്കുവാൻ വളരെ വിപുലമായ ഒരു നടപടിക്രമമായിരുന്നു അവിടെ നടന്നത്. ഡീറ്റെയിൽഡ് ആൻഡ് എക്സ്റ്റൻസീവ് procedure was set out to select a new queen. ഇതൊക്കെയാണ്. ഒന്ന്, സാമ്രാജ്യം മുഴുവനിലും നിന്നുള്ള യുവതികൾ രാജകൊട്ടാരത്തിൽ എത്തുന്നു. Young women were brought to the palace from all parts of the kingdom. 2, അവര് 1 വർഷത്തോളം ഈ കൊട്ടാരത്തിൽ രാജാവിനെ കാണുന്നതിന് മുൻപായിട്ട് 1 വർഷത്തോളം നീണ്ട ഒരു ശുദ്ധീകരണ കാലഘട്ടം ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് കാലഘട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് ഹേഗായി എന്ന അന്തഃപുര പാലകൻ അവരെ വിചാരണ ചെയ്യുന്നു. അതിൽ നിന്ന് സെലക്ടഡ് ആയവർക്ക് പിന്നെ 12 മാസത്തെ ശുദ്ധീകരണ കാലഘട്ടമാണ്. 6 മാസം മൂർ തൈലവും അത് കഴിഞ്ഞുള്ള 6 മാസം സുഗന്ധദ്രവ്യങ്ങളും മറ്റ് ശുദ്ധീകരണ ദ്രവ്യങ്ങളും ഉപയോഗിച്ചുള്ള ശുദ്ധീകരണം. അതോടൊപ്പം തന്നെ രാജകീയ ആചാരങ്ങളിലുള്ള പരിശീലനവും അവർക്ക് നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? They spent a year preparing before meeting the king under the keeper of women's quarters, Hegai. After the consultation from Hegai, they'll have a
12 months of preparation, അതായത് 6 months with oil of myrrh and 6 months with sweet perfumes and other beautifying treatments. And they were also given training in royal etiquette. ഇത്രയും കാര്യങ്ങളാണ് ഒരു പുതിയ രാജ്ഞിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്ന നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്നതാണ് മാച്ച് ദ ഫോളോയിങ്. ഈ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങളൊന്ന് നോക്കിക്കേ. എസ്തേർ എന്നുള്ളതിന് എന്ത് വരണം? സ്റ്റാർ എന്നുള്ളത് വരണം. മോർദെഖായി എന്നുള്ളതിന് മോർദെഖായി വാസ് ഫ്രം ദ ട്രൈബ് ഓഫ് ബെഞ്ചമിൻ, ബെന്യാമിൻ ഗോത്രം എന്ന് വരണം. ഹേഗായി എന്ന് പറയുന്നത് ആരായിരുന്നു? ഹേഗായി അന്തപുര പാലകൻ. ഹി വാസ് ദ കീപ്പർ ഓഫ് വിമൻസ് ക്വാർട്ടേഴ്സ്. ഇനിയും ജയർ അല്ലെങ്കിൽ യായീർ എന്ന് പറയുന്നത് ഷിമയിയുടെ മകനായിരുന്നു. ഹി വാസ് എ സൺ ഓഫ് ഷിമയി. ഇനിയും ഹദഷെ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹദസെ അല്ലെങ്കിൽ ഹദസ എന്നുള്ളത് ഇറ്റ് വാസ് ദ ഹീബ്രു നെയിം, എബ്രായ നാമമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പോസിബിളി മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ഒന്ന് രണ്ടൊക്കെ വരാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ വരും നമ്മൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ തന്നതേ. ഓക്കെ, ഈ 9 ക്വസ്റ്റ്യൻസ് ഒക്കെ ആണല്ലോ. അടുത്ത സെറ്റിലേക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ഹൗ എസ്തേർ ബിക്കെയിം ദ ക്വീൻ ഇൻ പ്ലേസ് ഓഫ് വാഷ്ടി. വസ്തിയുടെ സ്ഥാനത്ത് എസ്തേർ എപ്രകാരം രാജ്ഞിയായി മാറി എന്ന് വിശദീകരിക്കുക. നമ്മളിപ്പോ പറഞ്ഞ നടപടിക്രമങ്ങളെല്ലാം തന്നെ പറയുക. അതിനോടൊപ്പം തന്നെ എന്തും കൂടി എഴുതണം. ഹേഗായിക്ക്, അന്തപുര പാലകനായ ഹേഗായിക്ക് എസ്തേറിനെ കണ്ട ഉടനെ അവളോട് പക്ഷം തോന്നി. അവൾക്ക് വേണ്ടതായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തി കൊടുത്തു. അതുപോലെ തന്നെ എന്താണ്, എസ്തേറിനെ സംബന്ധിച്ചിടത്തോളം ഷീ ഗെയിൻ ഫേവർ ഇൻ ദ ഐസ് ഓഫ് ഓൾ സോഹർ. അത് തന്നെയാണ് നമുക്ക് ഹേഗായിക്കും അവളോട് പക്ഷം തോന്നി. അതുപോലെ മോർദെഖായിയുടെ വാക്കനുസരിച്ച് എസ്തേർ തന്റെ കുലവും ഗോത്രവും ഒന്നും ആരെ അറിയിച്ചില്ല. അങ്ങനെ ഈ ശുദ്ധീകരണ കാലത്തിനൊക്കെ ശേഷം രാജാവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവളുടെ സൗന്ദര്യം മാത്രമല്ല അവളുടെ പെരുമാറ്റവും രാജാവിനെ ആകർഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. രാജാവിന് സകല കന്യകകളെക്കാളും അധികം കൃപയും പക്ഷവും എസ്തേറിനോട് തോന്നി എന്നുള്ളതാണ്. The king was more attracted to her than any of the other young women. അങ്ങനെ വസ്തിക്ക് പകരം എസ്തേർ രാജ്ഞിയായി മാറി. ആ ഒരു ഭാഗം നമ്മൾ മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യനോട് ചേർന്ന് അതെല്ലാം കൂടെ ഒരുമിച്ച് എഴുതണം. ഇനി explain an event that describes the loyalty of Mordecai to king. രാജാവിനോടുള്ള മോർദെഖായിയുടെ വിശ്വസ്തത വിവരിക്കുന്ന ഒരു സംഭവം വിശദീകരിക്കുക. ഏതാണ്? ആ കാലഘട്ടത്തിൽ തന്നെ എസ്തേർ രാജ്ഞിയായതിനു ശേഷമുള്ള കാലഘട്ടത്ത് ഒരു ദിവസം രാജാവിന്റെ 2 ഭൃത്യന്മാർ അല്ലെങ്കിൽ വാതിൽ കാവൽക്കാരായിരുന്ന ഷണ്ടന്മാരായ ബിഗ്ദാനും തേരശും, ആ പേരുകൾ എഴുതണം എന്ന് നിർബന്ധമില്ല, കാരണം അത് ടെക്സ്റ്റ് ബുക്കിലില്ല. 2 ഭൃത്യന്മാർ എന്ന് മാത്രമേ ഉള്ളൂ. അവര് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ തക്കവണ്ണം ഒരു ആലോചന നടത്തി. Two of the servants of king, they planned to assassinate the king, or they made a plot to assassinate the king. ഇത് എസ്തേർ മോർദെഖായിയെ അറിയിക്കുകയും എസ്തേർ അത് മോർദെഖായിയുടെ നാമത്തിൽ തന്നെ രാജാവിനെ അറിയിക്കുകയും ചെയ്തു. രാജാവ് അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ അത് സത്യമാണ് എന്ന് മനസ്സിലാക്കുകയും ആ 2 ഭൃത്യന്മാരെ തൂക്കിക്കളയുകയും കഴിവിന്മേൽ തൂക്കിക്കളയുകയും ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. എസ്തേർ reported this incident to king in Mordecai's name, and the conspirators were executed. This event was recorded in the royal chronicles. ഈ ഒരു സംഭവം രാജാവിന്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ആ ഒരു സംഭവം. ഇനിയും വാട്ട് ആർ ദ തിയോളജിക്കൽ തോട്ട്സ് ഷെയർഡ് ഇൻ എസ്തേർ 2? എസ്തേർ 2 പങ്കുവച്ചിരിക്കുന്ന ദൈവശാസ്ത്രപരമായ ചിന്തകൾ എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ പറഞ്ഞു, 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതായിട്ടുള്ള രംഗ സജ്ജീകരണം അത് മനുഷ്യ ജീവിതത്തിലെ സംഭവ പരമ്പരകളിലൂടെ തുടരുന്നു എന്നുള്ളതാണ്. The milieu or the stage setting in chapter 1 continues to unfold through the events of human life. ഇത് തന്നെയാണ് നമുക്ക് 2-ാം അധ്യായം കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ പറഞ്ഞിരുന്നു അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അവിടെ?
അതായത് 1-ാം അധ്യായത്തിൽ നടന്നതായിട്ടുള്ള സംഭവങ്ങൾ അല്ലെ, വലിയ വിരുന്നും അതിനുശേഷമുണ്ടായ ഒരു അസ്വാഭാവിക സംഭവവും അതായത് വസ്തിരാജ്ഞിയുടെ അനുസരണക്കേടും വസ്തിരാജ്ഞിയുടെ സ്ഥാനഭ്രംശവും ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് അദൃശ്യമായ ദൈവകരമാണ് അല്ലെ. അതെന്തിനു വേണ്ടിയാണ്? ദൈവജനത്തെ സുരക്ഷ തീരത്തേക്ക് പടിപടിയായിട്ട് നയിക്കുവാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച ദൈവകരമാണ്. ഇത് തന്നെ നമുക്ക് പല തെരഞ്ഞെടുപ്പുകളിലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ദാനിയേലിനെ തെരഞ്ഞെടുത്തപ്പോഴും യൗസേപ്പിനെ തെരഞ്ഞെടുത്തപ്പോഴും ദെബോരായെ തെരഞ്ഞെടുത്തപ്പോഴും എല്ലാം ഈ ദൈവകരം അവിടെ പ്രവർത്തിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് തന്നെയാണ് ഈ എസ്തേറിലും നമുക്ക് എസ്തേറിന്റെ തെരഞ്ഞെടുപ്പിലും നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? മനുഷ്യൻ കണ്ണിന് കാണുന്നത് കാണുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്നുള്ള അരുളപ്പാടിന്റെ ഒരു നിറവേറ്റുന്നത് എപ്രകാരമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയുള്ള ഈ 2-ാം അധ്യായത്തിൽ തന്നെ സംഭവമാണ് എന്ത്? മൊർദെഖായിയുടെ രാജാവിനോടുള്ള കൂറ് കാണിക്കുന്നതായിട്ടുള്ള ഒരു സംഭവം. പ്രത്യേകിച്ച് അതിനവിടെ വലിയൊരു പ്രസക്തി ഒന്നും കാണുന്നില്ലെങ്കിൽ പോലും കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ 6-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് ഈ ഒരു എഴുത്ത് അവിടെ വലിയൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഓരോ സംഭവങ്ങളും, അതായത് വസ്തിയുടെ സ്ഥാനഭ്രംശവും മൊർദെഖായിയുടെ ഈ സംഭവവും ഒക്കെ അത് ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയാണ്, അല്ലെങ്കിൽ ഒരു രംഗ സജ്ജീകരണമാണ്. എന്തിനു വേണ്ടിയാണ്? തന്റെ ജനത്തെ സുരക്ഷിതമായിട്ട് നയിക്കുവാൻ തക്കവണ്ണം ഓരോ സമയത്ത് അതാത് സമയത്ത് ദൈവം പ്രവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇതായിരുന്നു ഒന്നാമത് നമുക്ക് ലഭിച്ചതായിട്ടുള്ള വേദശാസ്ത്ര ചിന്ത എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പ്രവാസത്തിലും വിശ്വാസ ജീവിതനിഷ്ഠ പാലിക്കുന്നവർ നമുക്ക് ഉദാഹരണമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. എന്താണ് അവിടെ? മൊർദെഖായും എസ്തേറും റിമെയിൻ ഫെയ്ത്ത്ഫുൾ ഈവൻ ഇൻ എക്സൈൽ. അതായത് പ്രവാസവും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോഴും അവിടെ എസ്തേറും മൊർദെഖായും അവരുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അവർ അകന്നു പോകുന്നില്ല എന്നുള്ളതാണ് 2-ാം അധ്യായം കാണിച്ചു തരുന്ന ഒരു വലിയ പാഠം എന്നുള്ളതാണ്. Neither exile nor adversity kept Mordecai and Esther from living a life dedicated to Lord. അവിടെ എസ്തേറിന്റെയും മൊർദെഖായിയുടെയും, പ്രത്യേകിച്ച് മൊർദെഖായിയുടെ കുറച്ച് ക്വാളിറ്റീസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്തൊക്കെയാണ്? 1, ഫെയ്ത്ത് ഇൻ ഗോഡ്, ദൈവവിശ്വാസം. 2, മോറൽ ഇന്റഗ്രിറ്റി. 3, സീൽ ടുവേർഡ്സ് ജൂയിഷ് ഹെറിറ്റേജ്. 4, വിസ്ഡം, ദൈവവിശ്വാസം, ധാർമ്മികത, യഹൂദ പാരമ്പര്യത്തോടുള്ള തീക്ഷ്ണത, യുക്തി. ഈ യുക്തി കാരണം കൊണ്ടാണ് എസ്തേർ രാജപദവിയിലേക്ക് എത്തിയത് എന്നുള്ളത് നമുക്ക് അവിടെ ഓർമ്മിക്കാം. പ്രത്യേകിച്ച് അവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? മൊർദെഖായി ദൈവത്തോടുള്ള വിശ്വാസത്തിന്റെ പ്രതീകമാണ്. മൊർദെഖായി സ്റ്റാൻഡ്സ് ആസ് എ സിംബൽ ഓഫ് ഫെയ്ത്ത്ഫുൾനെസ് ടു ഗോഡ്. 3-ാമത്തെ പോയിന്റ് നമ്മൾ എന്തുവാണ് പറഞ്ഞത്? സൽ സ്വഭാവം ദൈവഹിത പ്രകാരമുള്ള തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നു. വിർച്വസ് ക്യാരക്ടർ ലീഡ്സ് ടു ഗോഡ് ഓർഡൈൻഡ് എലിവേഷൻ. അവിടെ എസ്തേറിന്റെ ക്വാളിറ്റീസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. ഒരു വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഞാനിവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയി. ഇതാണ്, അത് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. മൊർദെഖായി സ്റ്റാൻഡ്സ് ആസ് എ സിംബൽ ഓഫ് ഡാഷ്. എന്താണ്? ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്. മൊർദെഖായി ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ പ്രതീകമാണ്. അത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. ഇനിയും അടുത്തത്, ഹൗ ക്യാൻ വി റിമെയിൻ ഫെയ്ത്ത്ഫുൾ ഈവൻ ഇൻ അഡ്വേഴ്സിറ്റി, എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൊർദെഖായി ആൻഡ് എസ്തേർ. നമ്മുടെ സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോഴും നമുക്ക് എങ്ങനെ വിശ്വസ്തരായി ജീവിക്കുവാൻ കഴിയും എന്ന് മൊർദെഖായിയുടെയും എസ്തേറിന്റെയും ജീവിത അനുഭവങ്ങളുടെ സഹായത്തോടെ വിശദീകരിക്കുക. ഈ 2-ാമത്തെ പോയിന്റ് തന്നെയാണ് നമ്മൾ അവിടെ വിശദീകരിച്ച് എഴുതേണ്ടത്. പ്രവാസത്തിലായിരിക്കുമ്പോൾ പോലും വിശ്വാസത്തിൽ നിന്നും ദൈവഭക്തിയിൽ നിന്നും മൊർദെഖായിയും എസ്തേറും അകന്ന് മാറുന്നില്ല. അതോടൊപ്പം അവരുടെ പ്രധാന ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് എഴുതണം. ദൈവവിശ്വാസം, ധാർമ്മികത, തന്റെ പാരമ്പര്യത്തോടുള്ള തീക്ഷ്ണത, യുക്തി. ഇതെല്ലാം നമുക്ക് എപ്രകാരം നമ്മുടെ ജീവിതത്തിലും ഉപകാരപ്പെടുത്താം എന്നൊക്കെ നമ്മൾ ആലോചിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. വിർച്വസ് ക്യാരക്ടർ ലീഡ്സ് ടു ഡാഷ്. സൽ സ്വഭാവം ഡാഷിലേക്ക് നയിക്കുന്നു. എന്താണ് സൽ സ്വഭാവം? ദൈവഹിത പ്രകാരമുള്ള തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നു എന്നതാണ്. വിർച്വസ് ക്യാരക്ടർ ലീഡ്സ് ടു ഗോഡ് ഓർഡൈൻഡ് എലവേഷൻ. ദൈവഹിത പ്രകാരമുള്ള തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നു. അതായത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു വലിയ തെരഞ്ഞെടുപ്പിലേക്ക് അത് നയിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എസ്തേർ? എസ്തേറിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് 10 മാർക്കിന് ആക്ച്വലി 10 പോയിന്റ് മാത്രം എഴുതിയാൽ മതിയായിരിക്കും. നിങ്ങൾ അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒത്തിരി ഒന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല.
10 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ 10 എക്സ്പെക്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ഈ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരു 7, 8, 9 പോയിന്റെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് മാത്രം എഴുതിയാൽ തന്നെ ആ 10 മാർക്ക് കിട്ടും. നിങ്ങൾ ഒത്തിരിയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് എസ്തേറിന്റെ ഗുണങ്ങൾ? ഒന്ന്, രൂപവതിയും സുമുഖിയുമായിരുന്നു. ഷീ വാസ് ബ്യൂട്ടിഫുൾ ഇൻ അപ്പിയറൻസ്. അതുപോലെ രണ്ടാമതായിട്ട് എഴുതാം, ഗ്രേസ്ഫുൾ ഇൻ ഡിമീനർ. രൂപവതിയായിരുന്നു, സുമുഖിയായിരുന്നു. ഇത് 2-ാം അധ്യായം 7-ാം വാക്യത്തിലുള്ളതാണ് കേട്ടോ. ഇനിയും ഭക്ത, ഡിവോട്ട്. 3-4, സ്വന്തം ജനത്തോട് സ്നേഹമുള്ളവൾ, ലവ്ഡ് ഹെർ പീപ്പിൾ. 5, ധൈര്യശാലി, ബ്രേവ്. അനുസരണമുള്ളവൾ, ഒബീഡിയന്റ്. 2-ാം അധ്യായം 10-ാം വാക്യവും 5-ാം അധ്യായം 11-ാം വാക്യവും. ഉചിതമായ പെരുമാറ്റം, അപ്രോപ്രിയേറ്റ് ബിഹേവിയർ. രാജ്ഞിയാകുന്നതിന് മുൻപും ശേഷവും ശ്രേഷ്ഠമായ പെരുമാറ്റം കാഴ്ചവെച്ചവൾ. ഷീ കണ്ടക്ടഡ് ഹെർസെൽഫ് ഇൻ ഡിഗ്നിറ്റി ഈവൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ബീയിങ് എ ക്വീൻ. 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ഇതിനാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നി. എവരിവൺ ഹു സോ എസ്തേർ വാസ് ഡ്രോൺ ടു ഹെർ. ഇങ്ങനെ സ്വഭാവ സവിശേഷതകൾ കൊണ്ട് ഉന്നത പദവിക്ക് തക്കവണ്ണം അവൾ യോഗ്യയായി മാറി. ഹെർ ക്യാരക്ടർ മെയ്ഡ് ഹെർ ഫുള്ളി വർത്തി ഓഫ് ദി ഹൈ പൊസിഷൻ. എന്നിങ്ങനെ ഒരു 10 പോയിന്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുപോലെ എഴുതിയാൽ തന്നെ അതിന് 10 മാർക്ക് ഈസി കിട്ടും. ഓക്കെ, ഇനിയും ആ ചാപ്റ്ററിന്റെ തന്നെ ഏറ്റവും അവസാനം ഭാഗത്ത് തിരുമേനി തന്നിരിക്കുന്ന ഒരു നമുക്ക് തന്നെ ചിന്തിക്കാൻ തന്നിരിക്കുന്ന ഒരു പോയിന്റ് ആണ്, കമ്പയർ ദ ക്വാളിറ്റീസ് ഓഫ് എസ്തേർ ടു സെയിന്റ് മേരി. എസ്തേറിന്റെ ഗുണങ്ങളെ വിശുദ്ധ മറിയവുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കന്യക മറിയാമിന്റെ ജീവിതവും എസ്തേറിന്റെ ജീവിതവുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അതുപോലെ സ്വഭാവവുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അങ്ങനെ ഏത് തരത്തിലുള്ള സ്വഭാവമുള്ളവരാണ് ഉന്നത നിലയിലേക്ക് എത്തുക എന്നുള്ളതും കൂടെ ചേർത്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഞാനല്ല, അത് ഓരോരുത്തരുടെയും യുക്തിയും ഓരോരുത്തരുടെയും ചിന്തയ്ക്കും അനുസരിച്ചുണ്ടാവേണ്ട ഒരു ഉത്തരവാണ്. അതുകൊണ്ട് അത് ഓഫ്കോഴ്സ് എല്ലാവരുടെയും സ്വന്തമായിട്ടുള്ള ആലോചിച്ച് കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടുതരുന്നു. ഇതൊക്കെ നമ്മൾ ഇതുവരെ പഠിച്ച പോയിന്റ്സ് എല്ലാം ചേർത്ത് എസ്തേറിന്റെ ജീവിത സാഹചര്യം എപ്രകാരമായിരുന്നു ചേർത്ത് കന്യക മറിയാമിന്റെ ജീവിതവും എപ്രകാരമായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി വിശകലനം ചെയ്ത് പഠിച്ച് എഴുതേണ്ടതായിട്ടുള്ള ഒന്നാണ്. ഓക്കെ ആണല്ലോ. ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ഭാഗത്ത് നിന്ന് എനിക്ക് തോന്നിയതായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ പ്രത്യേകിച്ച് എഴുതാൻ മറന്നുപോയി, അത് ഓർത്ത് പഠിക്കണം. എന്താണ്? മൊർദെഖായി സ്റ്റാൻഡ്സ് ആസ് എ സിംബൽ ഓഫ് ഫെയ്ത്ത്ഫുൾനെസ് ടു ഗോഡ്. ദൈവവിശ്വസ്തതയുടെ പ്രതീകമാണ് മൊർദെഖായി എന്നുള്ളത്. ഓക്കെ ആണല്ലോ. ഈ ഒരു ചാപ്റ്ററും നിങ്ങൾ ചാപ്റ്റർ പഠിച്ചു, അതിനുശേഷം അതിനുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും കണ്ട് മനസ്സിലാക്കി. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആ ചാപ്റ്റർ കുറച്ചും കൂടെ ഉള്ളിലേക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മുൻപോട്ടും അടുത്ത ക്ലാസ്സുകളിൽ ഒരുമിച്ച് ചേർന്ന് പഠിക്കാം. കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.